ഭൗതിക ശരീരം ആ ഭൂമിയിലേക്ക് അടക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ കൃപയ്ക്കായ സ്തോത്രം ചെയ്യുകയാണ്. എന്റെ കടുവത്തിൽ കുടുംബത്തിന്റെ തെഗോട്ടിൽ നിന്ന് കടന്നുവന്ന് ആമീൻ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്ക് പറയാൻ നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അമ്മാമയെ യാത്ര അയക്കുമ്പോൾ നമുക്ക് കണ്ണുനീരുണ്ടെങ്കിലും കണ്ണുനീരില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ അമ്മാവ് പോയിരിക്കുന്നത്. ആ നിലയിൽ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും സഹോദരൻ പ്രൊഫസർ ജേക്കബ് തോമസ് 2 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. സഹോദരൻ ജേക്കബ് തോമസ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പതാക്കല ഈ ഭവനവുമായിട്ട് വളരെ ദീർഘനാളത്തെ പരിചയവും ബന്ധവും സഹകരണവും ഉണ്ട്. അപ്പച്ചനും അമ്മച്ചയോടുള്ള ബന്ധത്തിലായാലും ശരി, അവരുടെ 10 മക്കളോടുള്ള ബന്ധത്തിലായാലും ശരി, വിശേഷാൽ സഹോദരങ്ങളെല്ലാവരോടും കെ വി കോയ്സാർ തൊട്ട് ബാബു വർഗീസ് വരെയുള്ള എല്ലാവരോടും അടുത്ത് പരിചയപ്പെടുവാനുള്ള അവസരം എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തും തലശ്ശേരിയിലും പ്രവർത്തിച്ചപ്പോൾ പ്രിയ പാപ്പച്ചാൻ ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ആത്മീയമായ സഹകരണം പുലർത്തുന്നതിനും അത് മുഖാന്തരമായി മാത്രമല്ല എന്റെ ഔദ്യോഗിക രംഗത്ത് എനിക്ക് വളരെ സഹായമായിട്ടിരുന്ന ഒരു ഭവനമാണ് ഈ ഭവനം. ഈ പ്രിയ ഗ്രേസിക്കുട്ടി കൊച്ചമ്മയുടെ സഹോദരന് ജോയ്ക്കുട്ടി അഥവാ ജോർജ് തോമസ് സാറ് ട്രിവാൻഡ്രത്ത് സെക്രട്ടറിയേറ്റിലായിരിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുകയും ദൈവം എനിക്ക് തന്ന ഒരു സഹായമായിട്ട് താൻ അവിടെ ഇരുന്നു എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. എന്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാബച്ചായൻ പറയും, ജോയ്ക്കുട്ടിയോടൊന്ന് പറഞ്ഞേക്കാൻ പറയും. ആ നിലയിൽ ദൈവം ഒരുക്കി വരുമാ
എൻ പൊൻമുഖം. നമ്മുടെ അമ്മാമ ഇന്ന് കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ്. മാനസികമായ നിലയിൽ നമുക്ക് ദുഃഖവും അല്പം മുറവിളിയും കഷ്ടതയും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നുമില്ലാത്ത സ്ഥലത്തേക്കാണ് അമ്മാമ പോയിരിക്കുന്നത്. രാത്രിയില്ലാത്ത ഒരു സ്ഥലമാണ് അമ്മാമ അവിടെ പോയിരിക്കുന്നത്. അമ്മാമ ഈ വീടിന്റെ വിളക്കായിരുന്നെങ്കിലും കുഞ്ഞാട് വിളക്കായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പ്രിയ അമ്മാമ പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ നിലയിലും സന്തോഷിക്കുവാൻ മാത്രമേ മാർഗമുള്ളൂ. നമുക്ക് ഒട്ടും ഉള്ളിൽ ഭാരമുണ്ടെങ്കിലും പുറമെ നമുക്കത് ഭാരപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ നിലയിൽ നമുക്ക് സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ വചനമുണ്ട്. ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്തവർക്ക് മാത്രമേ ദുഃഖവും മുറവിളിയും ഒക്കെ ഉള്ളൂ. എന്നാൽ നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗം വരും. ആ പ്രത്യാശയിലാണല്ലോ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് വരുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പ്രത്യേക ഒരു വാക്ക് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവര്. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ കർത്താവിന്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജനിച്ച ഒരാൾക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ സാധിക്കും. ആ വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. കാരണം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനെ തേടി ഈ പരലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി കാലിലെ ക്രൂശിൽ മരിച്ചു. അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിരുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ മക്കളായി തീർന്നവർക്ക് മാത്രമാണ് ആ പ്രത്യാശയുള്ളത്. അതുകൊണ്ട് ഈ അമ്മാമയ്ക്ക് ആ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മാമയെ നമുക്ക് പിന്നെയും